എടാ, ആ ഈ ഈനാമ്പേച്ചി മരപ്പെട്ടിയും കൂട്ടുകാരാണെന്ന് പറഞ്ഞോളാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ ഇവര് രണ്ടുപേരിലും ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര പേടിത്തൊണ്ടന്മാരാ. കാരണം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഐശ്വര്യ രണ്ടുപേരും ആദ്യം മുങ്ങും. ഒരേ സ്വഭാവമുള്ളവരായത് കൊണ്ടിട്ട് മാത്രമാണ് ഇവര് രണ്ടുപേരും കൂട്ടുകാരാണെന്ന് പറയണത്. ചില സമയത്ത് ഇവർ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കൂട്ടാ ഭാര്യമാരൊക്കെ. രണ്ട് എല്ലാവർക്കും ഭാര്യമാരൊക്കെ ഉണ്ടപ്പോ. പിന്നെ സിംഗിൾ ആയിട്ട് ജീവിക്കണം നിന്നെ പോലെ. ഈ മരപ്പട്ടിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഈ മരപ്പട്ടി ചില സമയത്ത് ഈ പന തെങ്ങിന്റെ മണ്ടയിലൊക്കെ ഈ മരപ്പട്ടി കയറണമെങ്കിൽ അവിടെ കള്ളുണ്ടെങ്കിൽ മരപ്പട്ടി കള്ളു കുടിക്കും. അപ്പൊ അങ്ങനെ കള്ളു കുടിച്ചിട്ട് മരത്തിൽ നിന്ന് ചില സമയത്ത് മൂടായിട്ട് താഴത്തോട്ട് തലങ്കുത്തി വീഴും. അപ്പൊ അങ്ങനെ വീഴണ ചിലപ്പോ ഈനാമ്പച്ചിയുടെ അടുത്തൊക്കെ ആയിരിക്കും. ഈനാമ്പച്ചും കാരണം അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വീണ. അപ്പൊ ഇങ്ങനെ വീണ ആ ഒരു പരിചയത്തിലും വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ മാറി ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ മരപ്പട്ടി അല്ലെങ്കിൽ ഈനാമ്പച്ച് ഒരുമിച്ചായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവർ രണ്ടുപേരും കൂടി അങ്ങ് കമ്പനിയായി. പിന്നെ അങ്ങ് കമ്പനിയായിട്ട് ഇവർ രണ്ടുപേരും പിന്നെ അങ്ങ് ഒരുമിച്ചാണ്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഓടി വിളിക്കും, അത് വേറെ കാര്യം. എന്നാലും മിക്ക സമയങ്ങളിൽ ഇവർ ഒരുമിച്ചായിരിക്കും ഇതേപോലെ. അപ്പൊ അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവര് രണ്ടുപേരും കൂടെ ഇവരുടെ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് അവിടെ പാടണം. അപ്പൊ അതേപോലെ എല്ലാ ഈനാമ്പേച്ചി മരപ്പട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ടും കൂടിയുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് നിനക്ക് പാടിത്തരാം, അത് കിട്ടിയാൽ പറ്റാ. പണി വരുമ്പോൾ മുങ്ങുവാനായി നിന്റെ കൂടെ ഞാനുമുണ്ടേ. വീട്ടിൽ നിന്ന് തുരത്തും നേരം നമ്മൾ രണ്ടും മാത്രമാവും. പണ്ട് സന്തോഷമായി ഞാൻ നടന്ന നാളിൽ വയ്യവേലിയായി എൻ കൂടെ നീ കൂടിയല്ലോ. വഴിയെ പോകുന്ന പണിയെല്ലാം വലിച്ചെടുക്കാൻ കയ്യിലഞ്ച് പൈസയില്ല. പ്ലാനിങ്ങിനോ കുറവുമില്ല. ഓ മരപ്പെട്ടി, നിന്റെ കൂടെ എന്നും ഒഴിയാതെ ഞാൻ. ഓ ഈനാമ്പേച്ചി, നിന്റെ കൂടെ എന്നും ഒഴിയാതെ ഞാൻ. ഇപ്പൊ കണക്ക് നമ്മുടെ പോലെ തന്നെ അല്ലടാ. അതില്ല, ഈനാമ്പേച്ചി മരപ്പെട്ടി ഒരേപോലെ. അപ്പം ഇവര് വെറുതെ നടക്കണം. അതായത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഓരോ ബിസിനസ് ഐഡിയാസ് ഒക്കെ പറയും. അതായത് ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാം. പ്രത്യേകിച്ച് ഈ മരപ്പെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ മരത്തിൽ കൂടി ചാടി അവിടെയുള്ള ഓരോ പഴം അതും ഇതൊക്കെ പറിച്ച് തിന്നിട്ട് ഇവൻ ചുമ്മാ അപ്പിയിട്ട് നടക്കുന്ന ഒരുത്തനാണ് ഈ മടിയൻ. അതിന്റെ ഇടയിൽ ഇതേപോലെ ഈ മരപ്പെട്ടി ഇങ്ങനെ പഴം അതും ഇതൊക്കെ ചാടി പറിച്ച് തിന്ന് ഇങ്ങനെ അപ്പിയിട്ട് കിടക്കുന്ന സമയത്ത് ആണ് നമ്മുടെ ഈനാമ്പേച്ചി ഒരു കാര്യം കാണുന്നത്. എന്തേര്